गणेशी है। गणेशी है? गणेशी मीन्स? गणेशी शिव जी के वो बेटे। हाँ। ഗുഡ് മോർണിംഗ് ന്യൂഡൽഹി. നമ്മളിപ്പോൾ നമ്മുടെ രാജ്യതലസ്ഥാനത്തുള്ള ന്യൂഡൽഹിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 9:30 ആയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ പോകുന്നത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഇവിടുന്ന് ഏകദേശം കുറച്ച് ദൂരമുണ്ട് റെയിൽവേ സ്റ്റേഷൻ, ഏകദേശം ഒരു 2 കിലോമീറ്റർ അടുത്തുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ വണ്ടി ഇറക്കണം. കഴിഞ്ഞ ദിവസം നമുക്ക് ഇറക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് നമുക്ക് വണ്ടി ഇറക്കി നമുക്ക് വണ്ടിയെ കുറച്ച് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയൊന്ന് ചെയ്യണം. റെയിൽവേ रेलवे रेलवे कितने? वो 8 प्लेटफॉर्म में। हाँ 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 1 नंबर पे। ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ അത്ര പോരാ. ഒരൊറ്റ പോരായുള്ളൂ. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പ്രത്യേകത എന്താ പറയുക, ഒരു ദിവസം 3.5 ലക്ഷത്തോളം യാത്രക്കാരെ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. അതുപോലെ തന്നെ 300 ട്രെയിനുകളാണ് ദിവസവും തെക്കോട്ടും വടക്കോട്ടും പായുന്നത്. ഇവിടെ മൊത്തം ഏതാണ്ട് 12 പ്ലാറ്റ്ഫോമുകളുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ്. കുറച്ച് പേപ്പർ വർക്കുകളുണ്ടായിരുന്നു. വാറങ്കലിൽ നിന്ന് ഡൽഹി വരെ വരാണ്ട് എത്രയാണ് ചാർജ്, അത് നമ്മൾ അടയ്ക്കേണ്ടി വന്നു. ഭയ്യ കിതറേ? चाकू हाँ 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 ओके ओके. ആദ്യം പോകേണ്ടത് നമുക്ക് ഹോട്ടലിലേക്കാണ്. ഹോട്ടലിൽ മാപ്പിടട്ടെ. ഓക്കെ ഓക്കെ വെൽക്കം ടു ഡൽഹി. നമ്മൾ ഡൽഹിയിലാണുള്ളത്. ഇവിടുന്ന് എന്തോരം ഒച്ച കേട്ടല്ലോ. ഇൻഡിക്കേറ്റർ അടിച്ചാട്ടോ. ഇൻഡിക്കേറ്റർ അതിൻ്റെ ഇടയിലാണ്. അപ്പോൾ വലിയ കുഴി ചാടാൻ പറ്റത്തില്ല. ഇൻഡിക്കേറ്റർ അടിക്കണമെന്നുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ തൽക്കാലം പതിയെ പോവാം. ഇവിടെ അടുത്തൊരു പെട്രോൾ പമ്പ് ഉണ്ടോ? ഓണടിയാണ് ഇവരുടെ മെയിൻ. ഓണടി എന്ന് പറഞ്ഞാൽ ഓണടി ഇവർക്കൊരു വീക്ക്നെസ് ആണെന്ന് തോന്നുന്നു. ഞെക്കി അങ്ങ് പിടിക്കുക. എനിക്ക് അപ്പോൾ നമ്മളുടെ യാത്ര ഇനിയും തുടങ്ങുകയാണ്. വണ്ടി ഇപ്പോഴാണ് കിട്ടിയത്. സമയം എത്രയായി? സമയം ഒരു 3 മണിയായി. അപ്പോൾ നമ്മൾ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ നേരെ ഹോട്ടലിലോട്ട് പോയിട്ട് നമ്മളുടെ ബാഗും സാധനങ്ങളൊക്കെ എടുക്കണം. വണ്ടിയിൽ കുറച്ച് സാധനങ്ങൾ അഴിച്ചിട്ടിട്ടുണ്ട്. അതൊന്ന് റീഫിറ്റ് ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് യാത്ര തുടങ്ങാൻ. ഫസ്റ്റ് ആദ്യം പെട്രോൾ അടിക്കണം. ആ പടി 1 ലിറ്റർ പെട്രോൾ അടിച്ചിട്ടുള്ളൂ. ഇപ്പം തന്നെ മുക്കാൻ തുടങ്ങും. ഇതിന് ഭയങ്കര ബഹളം. അമ്പലത്തിലുണ്ട് പരിപാടി കഴിഞ്ഞതിൻ്റെ ആംബിയൻസ് ആയിട്ട് പൊളിയാണ് ഇതിനോട്. എന്താണെങ്കിലും കുറച്ച് ഫിറ്റിങ്സ് ഉണ്ട്. അത് പരിപാടി തീർക്കാം. ഓക്കെ താങ്ക് യു. ഓക്കെ ബൈ. വെൽക്കം. സീ യു അഗൈൻ. നമ്മുടെ കുറച്ച് ഫിറ്റിങ്സ് കഴിഞ്ഞു. എനിക്കൊന്ന് പെട്രോൾ അടിക്കണം. അതാണ് ആദ്യം വേണ്ടത്. പ്ലാൻ മൊത്തത്തിൽ ഞാൻ മാറ്റി. ഇന്നലെ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ തന്നെ ഒരു ദിവസം കൂടെ സ്റ്റേ ചെയ്യാണ്.
ഇന്ന് ഈവനിങ് നമുക്ക് ഡൽഹി ഇന്ത്യ ഗേറ്റ് കാണാനൊന്ന് പോകണം. ഇന്ത്യ ഗേറ്റും അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രപതി ഭവനും ഇവിടുന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ ദൂരത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. സമയം 4:50 ആയിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് പോകേണ്ടത് പെട്രോൾ അടിക്കണം. ഫ്യൂവൽ തീരെ തീർന്നിരിക്കുകയാണ്. ഇതിലൊക്കെ വണ്ടി വരും എന്ന് ഒരു പിടുത്തവും ഇല്ല. ഇതുപോലത്തെ റിക്ഷകളാണ് ഇവിടെ കൂടുതലുള്ളത്. എല്ലാ നാട്ടിൽ നിന്നുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ. ഇവിടെ അടുത്ത സംസ്ഥാനങ്ങളായിട്ടുള്ള രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരുടെ ഒരു മിക്സഡ് ആയിട്ടുള്ള, കാരണം ഇന്ത്യയിലെ ക്യാപിറ്റൽ സിറ്റി ആയതുകൊണ്ട് തന്നെ ഈ അടുത്ത സംസ്ഥാനങ്ങൾ മാത്രമല്ല, അതിനപ്പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ആൾക്കാർ, അതേപോലെ ഒരുപാട് ആൾക്കാർ ഇവിടെ വണ്ടി വരയുക, വണ്ടി ഇടിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല. भैया इधर साथ पेट्रोल स्टेशन मिलेगा, पेट्रोल पंप? भाई यहाँ से जाओ, सीपी के अंदर घुसना, सीपी के अंदर उधर मिलेगा. ओके. ये क्या है? ये क्या है? ये गणेशी है. गणेशी है? गणेशी मीन्स? गणेशी शिव जी के वो बेटे. हाँ. हाँ व्लॉग है. हाँ പെട്രോൾ कैमरा है फुल कैमरा फुल 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 94 രൂപ 72 പൈസ. മോഡൽ 2015 BS3 മോഡൽ 13 ബസ്. ഇതാണ് സംഭവം. चाइनीज में सारा आइटम मिलेगा. मेनू कार्ड देखो, चाइनीज में ऑल आइटम. ഓ ചൈനീസ് ഐറ്റംസാ? ദാൽ റൈസ്, ഇന്ത്യൻ, എഗ് ഫ്രൈഡ് റൈസ്. हाफ और फुल? फुल नहीं, हाफ चाहिए. हाफ 110. ഒരു എഗ് ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് കിട്ടി. ഇതെന്താ പരിപാടി എന്നൊന്നും മനസ്സിലാകുന്നില്ല. ആഘോഷം, പട്ടാളമാണ് ഇതിന് പിന്തുണ. വെള്ളമുണ്ട്,
ടോയ് കാറുകളുടെ ഒരു സംസ്ഥാന സമ്മേളനം ഇവിടെ നോക്കി വെറൈറ്റി ആയിട്ടുള്ളത്. പല മോഡലാട്ടോ. BMW R15, ഇത് റാലി വണ്ടി, ഹോണ്ടയുടെ എന്നത് ഫോട്ടോ എടുക്കുന്നവർ, ഫോട്ടോ വരയ്ക്കുന്നവർ, പലവിധ കച്ചവടക്കാർ, ഭക്ഷണം എന്ന് വേണ്ട ആകെപ്പാടൊരു ബഹളമുള്ളത്. അതിൻ്റെ അടുത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്, അതിലെയാണ് പോകേണ്ടതെന്ന് പറയുന്നു. അതിന് നമുക്ക് അടുത്തുനിന്ന്, വളരെ അടുത്തുനിന്ന് കാണാൻ പറ്റും. അതിൻ്റെ ചരിത്രമൊക്കെ വിവരിക്കുന്ന ചിത്രങ്ങളായതൊക്കെ. അതിൻ്റെ നിർമ്മാണ കാലഘട്ടങ്ങളായത്. ഇന്ത്യ ഗേറ്റ് അണ്ടർ കൺസ്ട്രക്ഷൻ. നമുക്ക് ഇന്ത്യ ഗേറ്റ് ഈ ഗേറ്റ് വളരെ അടുത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റും. ഓ, അകലേന്ന് കാണുന്ന പോലല്ല, വളരെ വലിപ്പമുള്ളൊരു നിർമ്മിതിയാണ്. നമ്മളുടെ ഇന്ത്യ ഗേറ്റാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധസ്മാരകങ്ങളൊന്നായിട്ടുള്ള നിർമ്മിതി. 1921 ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയത്. അത് ഒന്നാം ലോക മഹായുദ്ധകാലത്തും അതുപോലെ തന്നെ 3ാം ആംഗ്ലോ അഫ്ഗാൻ യുദ്ധത്തിലും ബ്രിട്ടീഷ് സൈന്യത്തിന് വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച ഏകദേശം ഒരു 70,000-ഓളം സൈനികരുടെ സ്മരണാർത്ഥമാണ് അത് നിർമ്മിച്ചത്. 1931 ഇത് പൂർത്തീകരിച്ചത്. ഇതിൻ്റെ ശില്പി എന്ന് പറയുന്നത് നമ്മളുടെ ന്യൂഡൽഹിയുടെ ലേഔട്ടും അതുപോലെ തന്നെ രാഷ്ട്രപതി ഭവൻ്റെ ഒക്കെ ഒരു ശില്പിയായിട്ടുള്ള എഡ്വിൻ ല്യൂട്ടൻസ് എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇതിൻ്റെ ഒരു ശില്പി. ഞാനിവിടുന്ന് തിരിച്ചിറങ്ങുവാണ്. ഒരു മഴയ്ക്കുള്ളൊരു സാധ്യതയുണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ ഉണ്ട് ഹോട്ടലിലേക്കുള്ള ദൂരം. എനിവേ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. ഇവിടെ സിഗ്നൽ വീണാലൊന്നും കാണുകയല്ലേ പണ്ടാരം. ഇവിടെ റെഡാണ്, അവിടെ റെഡാ. അയ്യോ, ഇപ്പോൾ പണിയാൻ